റാനിയ കുട്ടി. റാനിയൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഞാനുണ്ട്, പിന്നെ അനിയത്തി, പിന്നെ ഇത്താത്ത, പിന്നെ ഉമ്മാമയും. ഇത്ര ആളേയുള്ളൂ? പിന്നെ താത്താക്ക് ഒരു പാട്ട് പാടി തന്നെ. അമ്പിളിച്ചേലുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുണിയ ഓമുത്ത് ഹാജര ദൂതരിബറാഹി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജര. അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ നമ്മുടെ റാനിയ മോള്. അപ്പോൾ പാട്ടെല്ലാവരും കേട്ടല്ലോ, പാട്ടെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വയനാട് ദുരന്തം നടന്നപ്പോൾ നമ്മളെല്ലാം മനസ്സ് കീഴടക്കിയ ഒരു പാട്ട് പാടിയ ഒരു മുത്താണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഉള്ളത് റാനിയ മോളെ സ്കൂളിലാണ് കേട്ടോ. കൂടെ എൻ്റെ കൂടെ സാബി ഉണ്ട് കേട്ടോ. സാബിറ സാബി എന്നാണ് ഇവിടെ ചാനലിൻ്റെ പേര്. പിന്നെ ബുള്ളറ്റ് മാനും കൂടി ഉണ്ട് കേട്ടോ. ബുള്ളറ്റ് മാനുവിൻ്റെ ചാനലിലാണ് ഞാൻ ഈ കുട്ടിയെ അറിഞ്ഞത് തന്നെ. നമ്മുടെ നാട്ടിലായിട്ട് എനിക്ക് ആദ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഈ പാട്ട് കേട്ടിന് കുട്ടി ഏതാണെന്ന് എനിക്ക് അറിയണ്ടായിട്ടില്ല. ബുള്ളറ്റ് മാനു മറ്റേ ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് വന്നതായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞമ്മ കയറി പറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റാനിയമ്മോളെ കൂടുതൽ അറിയാനും റാനിയമ്മോളെ ഉപ്പാനെ കാണാനും എല്ലാം സാധിച്ചേട്ടാ. അപ്പോൾ കുട്ടികളെല്ലാം ഇതാ നിരനിരയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് ആ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടി അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് കേട്ടോ ആ മൊമെൻ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും ഒന്നിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം ഒരുക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. റാനിയമ്മോൾ പഠിക്കുന്നത് പുല്ലാനോട് LP സ്കൂളിലാണ് കേട്ടോ, തളിപ്പറമ്പിൽ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും റാനിയമ്മോളുടെ ഉപ്പയും എല്ലാം നല്ല സപ്പോർട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളന്ന് പോകുന്ന അന്ന് പിന്നെ റാനിയമ്മോൾ സ്കൂൾ ലീവായിരുന്നു. പിന്നെ അവരെന്ന് വെച്ചാൽ തലേ ദിവസം എറണാകുളം ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് കേട്ടോ അന്ന്. അതുകൊണ്ട് സ്കൂൾ ലീവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ഉപ്പ നമ്മൾ അവിടെ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ കൂട്ടിക്കൊണ്ടുവരാന്ന് കേട്ടോ ചെയ്തത്. റഫീഖ് എന്നാണ് കേട്ടോ ഉപ്പാൻ്റെ പേര്. റാനിയ റഫീഖ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. അതിൽ കുഞ്ഞുമോളുടെ നല്ല കിടിലം പാട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ക്യൂട്ട് മോളാണ് കേട്ടോ റാനിയ മോള്. സ്കൂളിൻ്റെ അഭിമാനമാണ് കേട്ടോ റാനിയ മോള്. അതുപോലെ സ്കൂളിൻ്റെയും നാട്ടിൻ്റെയും അഭിമാനമായി തീരട്ടെ. അവള് 4 വയസ്സ് മുതൽ അവള് പാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയ മോളാണ് കേട്ടോ ഇത്. നമ്മൾ പറയുമ്പോൾ പാട്ടിങ്ങനെ പാടിത്തരുന്നുണ്ട് കേട്ടോ കുഞ്ഞുമോള്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. റാനിയ മോളെ ഉപ്പാൻ്റെ ചാനൽ എല്ലാവരും കൂടെ പോയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. റാനിയ റഫീഖ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.